നമുക്കൊന്ന് നാട്ടിൽ പോകുന്ന കഥ കേട്ടാലോ? അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഫാമിലി. ഞാൻ, ജിത്തു, എൻ്റെ മോള്. ഇതെൻ്റെ അച്ഛനും അമ്മയും ജിത്തുവിൻ്റെ അമ്മയും എല്ലാവരെയും കാണാനായിട്ട് ഞങ്ങൾ പോകുന്ന കഥയാണ് കേട്ടോ. ആദ്യം ജിത്തുവും കൊച്ചുമാണ് പോയത്. അതുകൊണ്ട് തന്നെ അവളെന്നെ വീഡിയോ കോൾ വിളിക്കുമോ ഞാനിവിടെ ഒറ്റയ്ക്കായപ്പോൾ. ഇതാണ് അവളുടെ ഫേവറേറ്റ് പൂച്ചക്കുട്ടി. ആരോടും പറയാതെ പോയതുകൊണ്ട് സർപ്രൈസ് ആക്കാൻ പറ്റി. ഇതാ ജിത്ത് തിരിച്ചു വന്നപ്പോൾ എനിക്ക് കൊണ്ടുപോയി തന്ന പൂജാ സാധനങ്ങൾ. പിന്നെ ഞാൻ പോകുവാണ്. അതിൻ്റെ പിന്നാലെ ഒരു കഥയുണ്ട്. അവിടെ എത്തിയപ്പോൾ ആ പൂച്ചക്കുട്ടിയിലെ നൂനുവിനെ ഒന്ന് ചെറുതായിട്ട് മാന്തി. അതുകൊണ്ട് തന്നെ അവൾക്ക് റാബീസ് വാക്സിനേഷൻ എടുക്കണമെന്ന് പറഞ്ഞു. ആൻഡ് അവളുടെ ഫൈനൽ ഡോസ് അവരുടെ തിരിച്ച് ഉള്ള ട്രാവൽ ഡേറ്റ് കഴിഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യൂ, നീ വരൂ, എന്നിട്ട് ഞാൻ പോയി ഫുഡിനെ എടുത്തിട്ട് വരാമെന്ന്. അങ്ങനെ ഞാൻ പോകുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. നമ്മൾ പിന്നെ നാട്ടിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം പോകുന്നത് പാർലറിലേക്കായിരിക്കുമല്ലോ. മുടിയൊക്കെ ആകെ ഡാമേജ്ഡ് ആയിരുന്നു. അപ്പോഴേ തന്നെ എനിക്കൊരു ആശ്വാസമായി. പിന്നെ അമ്മയ്ക്കൊരു ഫോൺ വാങ്ങിക്കൊടുത്തു. നോനൂന് മൈ ഫേവറേറ്റ് കരിവള വാങ്ങി. പിന്നെ 1-2 ഫ്രണ്ട്സിനെ കണ്ടു. ഇതെൻ്റെ കൂടെ പഠിച്ചത്, ഇതെൻ്റെ കൂടെ വർക്ക് ചെയ്ത് ഞങ്ങളുടെ മോളമ്മ. പിന്നെ ലുലുവിൽ പോയപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ കാണാൻ പറ്റി, ആൻഡ് സം ഓഫ് ദ സ്റ്റുഡൻസിനെ. പിന്നെ ഞാൻ അമ്പലങ്ങളിലൊക്കെ പോയി. അതിനുശേഷം അമ്മായിയുടെ വീട്ടിൽ പോയി. മാമനെ കാണാൻ പറ്റിയില്ല, പക്ഷെ ബാക്കി എല്ലാവരെയും കണ്ടു. പിന്നെ ഇതൊരു കാൻഡിഡ് ഫോട്ടോ ആണ്, ഗുരുവായൂർ വെച്ചിട്ട് അത്തുലെടുത്ത് തന്നതാണ് കേട്ടോ. ഇത് ജിയ ആൻഡ് എൻ്റെ സ്റ്റുഡൻ്റാണ്. പിന്നെ തിരിച്ചു വരുന്ന ടൈമായി. വെറും 9 ദിവസത്തേക്കായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. രാത്രിയായിരുന്നു കേട്ടോ നമ്മുടെ ഫ്ലൈറ്റ്. ഇത്രയും ദൂരം ഞാൻ ഓണോനെ കൊണ്ട് ഒറ്റയ്ക്കായിരുന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ടെൻഷനുണ്ട്. രാത്രി ആയതുകൊണ്ടാണ്. രാവിലെ അവൾക്ക് 8 വയസ്സായി. അപ്പോൾ രാവിലെ എനിക്ക് മാനേജ് ചെയ്യാം. പക്ഷേ രാത്രി ആയി കഴിഞ്ഞാൽ ആ ടൈമിൽ 7 വയസ്സുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ രാത്രി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻ കേസ് ഉറക്കമൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ കുറേയേറെ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഒക്കെ ആയിട്ട് അവളെ എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ അവൾക്ക് എന്തായാലും സമയത്തുള്ള വീഡിയോ എടുക്കാനായിട്ട് മുടിയൊക്കെ നന്നായിട്ട് കട്ട് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഭയങ്കര സ്റ്റൈലായിട്ട് കട്ട് ചെയ്തിട്ട് കുറേ ഫുഡൊക്കെ കഴിക്കുന്നു. അങ്ങനെ കുറേ സമയം നമ്മൾ തള്ളി വയ്ക്കും. പിന്നെ ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു സൂട്ട്കേസ് വാങ്ങിയിട്ടുണ്ട്. മുന്നിലുണ്ട്. അപ്പം എനിക്ക് വേണ്ടിയിട്ടല്ല, അത് ശരിക്കും അപ് ടു 3 or 4 years ഓഫ് ഏജിലോട്ട് കാണാൻ ബെറ്റർ. അധികം നീളുണ്ടാവരുത്. നമ്മുടെ കാലുകൾ നിലത്ത് കുത്തി അതിൻ്റെ പൊക്കത്ത് വരുന്നുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് നിൽക്കുന്ന ടൈമിലൊക്കെ അവർക്ക് അതിലേക്ക് ഇരിക്കാം. അതുകൊണ്ട് തന്നെ അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവിടെ കണ്ണൂർ എടുക്കാൻ പറയും നിൽക്കുമ്പോഴേക്കും. അപ്പോൾ കുട്ടി മാത്രം കുഴപ്പമില്ല. എൻ്റെ അടുത്തൊരു ഷോൾഡർ ബാഗ്, ക്യാബിൻ ബാഗൊക്കെ എല്ലാം കൂടി എടുക്കുന്നത് വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാധനം എനിക്ക് ഭയങ്കര ബെനിഫിഷ്യലായിരുന്നു. ഞാനവിടെ എയർപോർട്ടിൽ വന്നപ്പോഴേ ഇട്ടിട്ട് സെക്യൂരിറ്റി ചേട്ടന്മാരൊക്കെ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് തരുമോ, നിൻ്റെ ബാഗ് ഞാൻ അറിഞ്ഞില്ല, ഇത് ഞാൻ കൊണ്ടുപോകാമെന്നൊക്കെ പറയും. ചുമ്മാതെ കളിപ്പിക്കാനായിട്ട് എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുറേ പേര് നോക്കുന്നുണ്ടായിരുന്നു. കുറച്ച് പേരെ എടുത്ത് പറഞ്ഞപ്പോൾ ഇത് നല്ലൊരു ഐഡിയ ആണല്ലോ എന്നൊക്കെ പറഞ്ഞു. ഇത് കുറേ പേര് കൊണ്ടുപോയി നടക്കുന്നുണ്ട്. ഒരാൾ കൊണ്ടുവന്ന് കണ്ടിട്ടാണ് വാങ്ങിയത്. പക്ഷേ നെടുമ്പാശ്ശേരിയിൽ നിന്ന് കയറിയപ്പോൾ ഭയങ്കര അധികം കാണാത്തത് കൊണ്ടെന്നല്ല പറയണേ. ഫസ്റ്റ് ഫ്ലൈറ്റിലും ആയിരുന്നു കേട്ടോ. ഞാൻ അവിടെ മുംബൈയിലേക്കായിരുന്നു ആദ്യം. അപ്പം
നല്ല റെസ്പോൺസ് ആയിരുന്നു അവിടുന്ന്. ലണ്ടനിൽ വന്ന് ഇമിഗ്രേഷനിൽ നിന്നപ്പോഴും കുട്ടികളൊക്കെ അതിനകത്തൊക്കെ ഇങ്ങനെ അതിനൊരു എലഫന്റിന്റെ ഷേപ്പ്, അപ്പോൾ അവർക്ക് കളിക്കുന്ന ഒരു സാധനം അപ്പോൾ നമ്മൾ വേഗം തന്നെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫ്ലൈറ്റിലേക്ക് കയറി. സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പം ഓൾറെഡി എൻ്റെ ഫോണിൽ ചാർജില്ല. ഞാൻ അവിടെ എയർപോർട്ടിലിരുന്ന സമയത്ത് കുത്തി വയ്ക്കാൻ നോക്കിയപ്പോൾ ചാർജ് കയറുന്നില്ല. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഒരു 900 രൂപയ്ക്കെങ്ങാനും വേറൊരു ചാർജർ വാങ്ങിയിട്ടോ, അത് ഞാനൊന്നും ഉപയോഗിച്ചിട്ട് പോയില്ല, വെറുതെ എൻ്റെ 900 രൂപ പോയി. അപ്പം എന്നിട്ട് അതും വർക്ക് ചെയ്യുന്നില്ല. അതിനുശേഷം ഞാൻ ഫ്ലൈറ്റ് കയറിയിട്ട് കുത്തി നോക്കിയപ്പോഴാണ് അതും വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് മനസ്സിലായത്. പിന്നെ ഞാൻ ആ ഫ്ലൈറ്റ് മുഴുവനും നടന്നു. നോനും കിടന്നുറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയൊരു സീറ്റ് എന്ന് പറയുന്നത് നല്ല സീറ്റായിരുന്നു കേട്ടോ. ആളുകളുണ്ടായിരുന്നു. ഞങ്ങളുടെ സീറ്റ് അയലിൻ്റെ അടുത്തുള്ള സീറ്റ്. അങ്ങനെ നമ്മൾ എന്തൊക്കെയൊക്കെയോ വർത്താനം പറഞ്ഞെത്തി. എന്തായാലും ഇമിഗ്രേഷനിൽ അതൊന്നും ചോദിച്ചില്ല കേട്ടോ, പേപ്പർ കോപ്പി മതിയായിരുന്നു. പിന്നെ ഞങ്ങൾ വന്നിറങ്ങിയത് മാഞ്ചസ്റ്ററിലാണ്. ഞങ്ങൾ തിരിച്ചു പോരാനിരിക്കുന്നത് സ്റ്റെനൽ ഐലൻഡിലാണ്. അപ്പം മാഞ്ചസ്റ്ററിൽ നിന്ന് ലിവർപൂളിലേക്കുള്ള യാത്രയാണ് ഈ കാണുന്നത്. ജിത്ത് വന്നു. നോന് കുറച്ചും കൂടെ ഹാപ്പിയായി. അവൾക്ക് ജിത്ത് വരുമ്പോഴത്തേക്കും ഒരു ആശ്വാസമാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ട്രെയിനിൽ കയറി ലിവർപൂളിലെത്തി. ഇനി നമ്മൾ അന്വേഷിക്കുന്നത്, നമ്മളിവിടെ നേരത്തെ വന്നപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി. നല്ല റെസ്റ്റോറൻറ്റ്. അന്ന് നമുക്ക് ആസ്വദിച്ച് ഫുഡ് കഴിക്കാൻ പറ്റിയില്ല. അപ്പം നമ്മളത് അന്വേഷിച്ച് എടുക്കുകയാണ്. ഏകദേശം 13 മിനിറ്റ് നടക്കാനുണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്ന് അവിടെ എത്തിയപ്പോൾ കിട്ടിയ പ്ലേറ്റ് കയ്യിലുള്ള ആക്സസറീസ് വെച്ചിട്ട് നോനും ഡെക്കോർ ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ യാത്രാവിശേഷങ്ങൾ. വീണ്ടും കാണാം. ബൈ.